ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഇന്നലത്തെ മത്സരത്തിൽ മുംബൈയുടെ ജയത്തോടുകൂടി തന്നെ പോയിന്റ് ടേബിൾ മുംബൈ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ മികച്ചൊരു വിജയം തന്നെയായിരുന്നു മുംബൈക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 15.4 ഓവറിൽ തന്നെ സ്കോർ കവർ ചെയ്യാൻ മുംബൈക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ നെറ്റ് റൺ റേറ്റിലും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ 9 മത്സരങ്ങളാണ് മുംബൈ കളിച്ചിട്ടുള്ളത്. 10 പോയിന്റാണ് മുംബൈക്കുള്ളത്. താഴെത്തട്ടിൽ നിന്നുള്ള ഈ ഒരു പ്രയാണം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്വാഡ് അനാലിസിസ് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്ക്വാഡ് അനാലിസിസ് നടത്തിയ സമയത്ത് തന്നെ പറഞ്ഞാണ് മുംബൈ ഈ സീസണിൽ വളരെ സ്ട്രോങ് ആയിട്ട് സ്ക്വാഡ് തന്നെയാണുള്ളത്. ഏത് ടീമിനെയും അട്ടിമറിക്കാൻ പറ്റിയൊരു സ്ക്വാഡ് തന്നെയാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മുംബൈക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടീം കോമ്പിനേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. അവിടെയാണ് മുംബൈക്ക് വെല്ലുവിളിയായത്. എന്നാൽ നിലവിൽ ടീം കോമ്പിനേഷൻ സെറ്റ് ആയിട്ടുണ്ട്. ടീം അടിപൊളിയായിട്ട് തന്നെയാണ് കളിക്കുന്നത്. ഇത്തവണ മുംബൈ പ്ലേ ഓഫ് കളിക്കാനുള്ള സാധ്യത വളരെയധികം ഹൈയാണ്. പിന്നെ ബോളിംഗ് സൈഡിലെ പ്രകടനവും നമ്മൾ എടുത്തു പറയണം. ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മികച്ച രീതിയിൽ തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു പ്ലെയറാണ് സാൻഡറുടേത്. അതായത് വളരെ എക്കോണമിക് ആയിട്ടാണ് ഇത്തവണ സാൻഡർ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഡിഫിക്കൽട്ടാണ് പുള്ളിയെ ഡീൽ ചെയ്യുക. അതോടൊപ്പം തന്നെ പേസ് വേരിയേഷനും പുള്ളിയുടെ അടിപൊളി തന്നെയാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു സ്പിന്നർ തന്നെയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതെന്തായാലും മുംബൈക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നല്ലൊരു സ്പിന്നർ ഇല്ലാത്തതിൻ്റെ എല്ലാ ദോഷങ്ങളും ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കുന്നുണ്ട് സാൻഡറിലൂടെ അവർ. അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മ ഓപ്പണിംഗ് സൈഡിൽ ഫോം ആയത് ടീമിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ബിഗ് സ്കോർ അച്ചീവ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു നല്ല സ്കോർ ചേസ് ചെയ്യുമ്പോഴാണെങ്കിലും രോഹിത് ശർമ്മയുടെ ഭാഗത്ത് നല്ലൊരു സ്റ്റാർട്ടിംഗ് ഉണ്ടെങ്കിൽ പുറകെ വരുന്നവർക്ക് വലിയൊരു കോൺഫിഡൻസ് തന്നെയാണ്. ഇപ്പോൾ സൂര്യകുമാർ യാദവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇന്നിംഗ്സ് കളിക്കുന്നുണ്ട്. ഇന്നലത്തെ മത്സരത്തിലേക്ക് നോക്കുക, വളരെ അഗ്രസീവായിട്ട് ഇന്നിംഗ്സ് ആണ്. 200 മുകളിലായിരുന്നു ആ ഒരു സ്ട്രൈക്ക് റേറ്റ്. ആ ഒരു സ്ട്രൈക്ക് റേറ്റ് കൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നെറ്റ് റൺ റേറ്റ് നല്ല രീതിയിൽ ഉയർത്താൻ മുംബൈക്ക് സാധിച്ചു. ലൈക്ക് ആ ഒരു സ്കോറ് അവർ ചേസ് ചെയ്ത് 15.4 ഓവറിലാണ്. എന്തായാലും ഇത്തവണ മുംബൈ പ്ലേ ഓഫ് കളിക്കാനുള്ള സാധ്യതകൾ വളരെയധികം ഹൈ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇറ്റ്സ് മീ ഗോല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.